ഹായ് ഗായ്സ്, വെൽക്കം ടു മലു ഗേൾ ടോക്കീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. സോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഒരു മുഴം മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഈ വഴി പത്മനാഭസ്വാമിയെ കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴി ഈ കടയിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങൾക്ക് ഒരുക്കാനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വാങ്ങി. സാധാരണ എനിക്കിഷ്ടമുള്ള ഒത്തിരി ഐറ്റംസ് ഇതിലുണ്ടെങ്കിലും വീട്ടിലെ കൃഷ്ണവിഗ്രഹത്തിന് വയ്ക്കാനായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ ഡെക്കറേഷനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ വിഷ്വല്. എനിക്ക് സാധാരണ ഇവിടെ വരാൻ നേരത്ത് മനസ്സിന് ഭയങ്കര സമാധാനം തോന്നാറുണ്ട്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു അമ്പലം മാത്രമല്ല, ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം. അവിടെ ഒരു അങ്കിള് പ്രാവുകൾക്കൊക്കെ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി സ്വീറ്റ് ടു വാച്ച്. അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിലേക്ക് യാത്രയായി. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പിന്നെ അമ്പലത്തിനകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അവിടെയുള്ള ക്ലോക്ക് റൂമിൽ നമ്മൾ ഫോണും ബാഗും ഒക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. അവിടെ ഫ്രണ്ടിൽ തന്നെയുള്ള കടയിൽ നിന്ന് നല്ല തണുത്ത മിനിറ്റ് മെയ്ഡൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിനടുത്തുള്ള കടകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൻ്റെ എൻട്രി തുടങ്ങുന്ന സ്ഥലത്തുള്ള ഫസ്റ്റ് കടയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അവിടെ ഞാൻ കണ്ട കാഴ്ചകളാണിതൊക്കെ. എനിക്കിവിടുന്ന് എടുക്കാനുള്ളത് നമ്മൾ തുണി ചെയ്യുന്ന പൂവിൻ്റെ ഒരു വലിയ ഹാരമാണ്. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണു പിടിച്ച് ഈ ചുവന്ന ഹാരത്തിലാണ്. അപ്പം ഞാൻ അതൊന്ന് വാങ്ങി. ഞാൻ വാങ്ങിച്ചതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഉഷ്ണേൻ്റെ ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഷോപ്പിങ്ങിനുള്ള പുറപ്പാടാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനുശേഷം കുറച്ച് ബ്ലൗസ് പീസസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് ഷോപ്പ് ചെയ്ത് വന്നു. പിന്നെയും കുറച്ച് ഷോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഈസി ടു വെയർ ആയതുകൊണ്ടും ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടും ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ എടുത്തു. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ ഗോൾഡൻ ഷെയ്ഡിനെ തന്നെ ബ്ലൗസ് ഇടണമെന്നായിരുന്നു. പക്ഷേ ഇത് കുറേ അന്വേഷിച്ചിട്ടും ഈ ഷെയ്ഡ് കിട്ടിയില്ല, ഈ ഷെയ്ഡിൻ്റെ മെറ്റീരിയൽ കിട്ടിയില്ല. സോ കോൺട്രാസ്റ്റ് മേ ബി റെഡിലൊക്കെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ സാരി എടുത്തു. അടുത്തത് ഈ ഒരു റെഡ് സാരിയാണ്. ഇത് ആക്ച്വലി റെഡ് അല്ല, ഇതൊരു വൈൻ കളറാണ്. ഇതും നല്ല ലൈക്ക് വൺ ഓഫ് ദോസ് കളേഴ്സ് ദാറ്റ് ലുക്ക് വെരി ഗുഡ് ഓൺ യു. മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ബംഗാളി ടച്ചുള്ളൊരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്ന സാരി. ആ സെയിം റേഞ്ചിൽ തന്നെയുള്ള സാരിയാണ്. ഇതിനൊരു മഷിനീല എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇത് ഒരു എത്ര വരുന്നത്, ഒരു 585 ആ റേഞ്ചിലാണ് ഈ സാരി വരുന്നത്. നേരത്തെ കാണിച്ച സാരിയൊക്കെ ഒരു 400 റേഞ്ചിന് വരുന്ന സാരികളാണ്. ഇത് ഒരു വയലറ്റ് കളറിലുള്ള സെറ്റാണ്. ഇത് ഗിഫ്റ്റിംഗ് പർപ്പസ് ആണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് ഗിഫ്റ്റിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ദിസ് ഇസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ സാരി. പോത്തീസിൽ ഇപ്പോൾ സെയിൽ നടക്കുന്ന ടൈമാണ്. സോ ഈ 3 ലിറ്ററിൻ്റെ കുക്കറിന് ഏകദേശം 500 റുപ്പീസായിരുന്നു. ഇതിന് MRP വരുന്ന 1390 ആണ്. പക്ഷെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. പോത്തീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ ഞാൻ കണ്ട ജിമിക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ഇത് ഞാൻ എൻ്റെ കൃഷ്ണന് വാങ്ങിച്ചതാണ്. പൂജാമുറിയിലുള്ള കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല ബ്ലഡ് റെഡ് കളറിലുള്ള ഹാരമാണ്. നേരത്തെ കാണിച്ച ഹാരവും പിന്നെ ഈ മയിൽപീലിയുടെ ഫാനൊക്കെ വാങ്ങിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടകളിൽ നിന്നാണ്. ഇത് കൃഷ്ണ വിഗ്രഹത്തിൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊക്കെയും വിഗ്രഹങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന, പൂജാമുറിയിലുള്ളത് ഒരുക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ പോലെ ഇരിക്കുന്ന ഒരു ചെറിയ ഹാരം. ഇത് പേപ്പറിൻ്റെ നേരത്തെ കാണിച്ച ചുവന്ന ഹാരത്തിൻ്റെ വെള്ളഹാരം. ഞാൻ കുറേ സ്ഥലങ്ങളിൽ നടന്നെങ്കിലും എനിക്ക് മുടിയിൽ പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ കോയിൽ ബാൻഡ്സ് ആണ്. ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവസാനം പോത്തീസിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ എല്ലാം നിയോൺ കളേഴ്സ് ആയിരുന്നു. ലൈക്ക് ബ്രൗൺസ്, വൈറ്റ്സ് ആൻഡ് ബ്ലാക്സ് വർ നോട്ട് ദെയർ. പക്ഷേ ലൈക്ക് ഇഫ് യു ഹാവ് കേർലി ഹെയർ ദീസ് ബാൻഡ്സ് ആർ ലൈക്ക് റിയലി ഗുഡ്. ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ച കണ്ണാടിയാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് കാണിക്കാൻ നേരത്തെ എനിക്ക് അത്യാവശ്യം മുഖം കാണാൻ പറ്റുന്ന വലിയൊരു കണ്ണാടി വേണമെന്നുണ്ടായിരുന്നു. സോ ഈ കണ്ണാടിയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇടാൻ നേരത്തെ മുടി ജസ്റ്റ് ബാക്കിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോയ് വാങ്ങിച്ചിട്ടുണ്ട്.
ഞാൻ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്ലോസിങ് ഷോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, എന്നാലേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പീഡിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.